ഹരിയന ഇപ്പോൾ പറയണ്ടേ, ഇപ്പം തിരുപ്പതിയിലാണെങ്കിൽ അവിടെ ബസ് ഇറങ്ങിയാൽ സൗജന്യമായി കൊണ്ടുപോകും. ഇവിടെ ശബരിമല തീർത്ഥാടന കാലത്ത് KSRTC ബസ് നിരക്ക് കൂട്ടുകയാണ് ചെയ്യുന്നത് ശബരിമല പോകുന്ന ഭക്തരിൽ നിന്ന്. പലപ്പോഴും എനിക്ക് തോന്നുന്നു ദേവസ്വം ബോർഡിൽ രാഷ്ട്രീയ നോമിനേഷനാണല്ലോ പ്രാധാന്യം കൊടുക്കുന്നത്. അവിശ്വാസികളാവുന്ന ആയ ആൾക്കാരാണ് പലപ്പോഴും ഭരിക്കുന്നത്. അപ്പം അവരെങ്ങനെയാണ് വിശ്വാസികളോട് ഈ പറഞ്ഞ പോലെ അനുഭാവപൂർവ്വം എങ്ങനെ പെരുമാറും? വിശ്വാസികളാണോ എന്നുള്ള അവിടെ നിൽക്കട്ടെ. ഇവർ ജീവിതത്തിൽ ക്ഷേത്രങ്ങളെപ്പറ്റി യാതൊരു ധാരണയില്ലാത്ത ആളുകളാണ്. ഭക്തൻ്റെ മനസ്സെന്താണ്, ഭക്തൻ്റെ ചിന്ത എന്താണെന്ന് ഒട്ടും അറിയാൻ വയ്യാത്ത ആളുകൾ ക്ഷേത്രഭരണത്തിന് വരുമ്പോൾ ഇവിടെ കൊടുക്കുന്ന ക്ഷേത്രങ്ങളിൽ നിന്നും അവിടെ വരുന്ന ഭക്തജനങ്ങൾക്കുള്ള സർവീസ് എന്താണ്, അവർക്ക് ഏത് തരത്തിൽ ഗുണപ്രദമാവണമെന്ന് ഇവരെക്കൊണ്ട് ചിന്തിക്കാൻ കഴിയാതെ വരികയാണ്. ഇവർ വേറൊരു രാഷ്ട്രീയത്തിൻ്റെ, വേറൊരു ഭരണ സംവിധാനത്തിൻ്റെ, വേറെ ഒരു അവസ്ഥയ്ക്ക് ജീവിക്കാൻ ആഗ്രഹിച്ച രാഷ്ട്രീയത്തിലേക്ക് വന്നിരുന്ന ആളുകൾ ഇവർക്ക് ധനത്തിൻ്റെയും അല്ലെങ്കിൽ പ്രതാപത്തിൻ്റെയും പേര് കിട്ടാൻ വേണ്ടി മാത്രം ക്ഷേത്രങ്ങളിൽ വന്ന് ഭരണമെടുക്കുമ്പോൾ ഇവരുടെ കമ്മിറ്റ്മെൻറ്റ് എന്നുള്ളത് അവിടെ വന്ന് ഭജിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ ഭജിക്കുന്ന എന്ന് പറയുന്നില്ല, അവിടുത്തെ ഭണ്ണാരം നിറയ്ക്കുന്ന ഭക്തജനങ്ങളോടില്ല. എവിടെയാണെങ്കിലും അങ്ങോട്ട് ധനം കൊടുക്കുന്ന ആളുകൾ, അവരെ നമ്മൾ കസ്റ്റമർ എന്ന വാക്കിൽ നമ്മൾ സാധാരണ വിവക്ഷിക്കും, അല്ലെങ്കിൽ ഒരു കസ്റ്റമർ എന്ന് പറയും. ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങളാണ് ആ ക്ഷേത്രത്തിൻ്റെ കസ്റ്റമേഴ്സ് എന്ന് കൂട്ടിയാൽ. ആ കസ്റ്റമേഴ്സിന് തിരിച്ചൊരു അങ്ങോട്ടവർ പണമിടുമ്പോൾ അതിൻ്റെ ഒരു മിനിമം റിട്ടേൺ കൊടുക്കാൻ ആ കട നടത്തുന്ന ഈ ഭരണാധികാരികൾ ചെയ്യണ്ടേ? ഞാൻ ആ വാക്ക് കട എന്ന് ഉപയോഗിക്കുമ്പോൾ ഇവരുടെയൊക്കെ മനസ്സിൽ ഇത്രയും വാല്യൂ മാത്രമേ ഈ പല ക്ഷേത്രങ്ങളിലേക്കും കൊടുക്കുന്നുള്ളൂ എന്ന് വളരെയധികം വിഷമത്തോടെ തോന്നുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നിരയിച്ച് ആ ക്ഷേത്രത്തെ ഒരു ആലയമാണ്, അവിടെ ചൈതന്യമുള്ള സംഭവമാണ്. ഇവിടെ നമ്മൾ ആ ക്ഷേത്രത്തിലെ ഈശ്വരന് വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ആ ഈശ്വരൻ്റെ ദ്വാരപാലകരും അംഗരക്ഷകരുമാണ് ഞങ്ങൾ. അപ്പോൾ ഈശ്വരനെ സംരക്ഷിക്കുകയും ഈശ്വരനെ വിശ്വസിച്ച് വന്നവരും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് ഞങ്ങളുടെ ജോലിയാണ് എന്ന് ഭരണാധിപന്മാരും അവിടുത്തെ ജോലിക്കാരും ജീവനക്കാരും മനസ്സിലാക്കിയാൽ ഇത്തരത്തിലാവില്ല, ഒരിക്കലും സംഭവിക്കില്ല. അവിടെ വരുന്ന ഭക്തജനങ്ങളും അവർക്ക് തീർച്ചയായിട്ടും ബഹുമാനം ഉണ്ടാവും. അപ്പോൾ ഭരണം ആര് എന്നുള്ളതല്ല പ്രശ്നം, വരുന്ന ആളുകൾക്ക് ഏത് തരത്തിലുള്ള സർവീസ് കൊടുക്കാൻ ഈ സംവിധാനങ്ങളും നിയമങ്ങളും മാറ്റം വരുത്തണം എന്നുള്ളത് മാത്രമാണ് നാളത്തെ കാലത്തെ ചർച്ച ഉണ്ടാവേണ്ടത്.